നിങ്ങളവിടെ പോകുന്നത്? ഇന്നും വരുന്നുണ്ടോ? ഇവക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം അതിൻ്റെ പേരിൽ കോളേജ് വരെ ഒന്ന് പോവുക. എന്ത് കോഴ്സ്? അങ്ങനെ പഠിക്കാൻ പോയാൽ അങ്ങനെ ശരിയാവും? അച്ഛാ, ഇവള് പഠിക്കാൻ പോയെന്ന് പറഞ്ഞ് ഇപ്പം എന്താ പ്രശ്നം? എടാ പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? അതൊക്കെ ചെയ്തിട്ടേ ഞാൻ പോവൂ അച്ഛാ. ആഴ്ചയിൽ 3 ദിവസമേ ക്ലാസ് ഉള്ളൂ. അങ്ങനെ തോന്നിയ പോലെ ഇറങ്ങിപ്പോയാൽ നിന്റെ അമ്മയുടെ കാര്യമൊക്കെ ആര് നോക്കൂടാ? ഒന്നാമത് നമുക്ക് ദിവസം കഴിയുന്നവരും വയ്യാതെ വരിക. അതിനിവിടെ അച്ഛനില്ലേ? എനിക്ക് എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തോട്ട് എടുക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യും? ആ സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തിൻ്റെ പേരിലായിരുന്നാലും ഇവളെ പഠിപ്പ് മുടക്കാൻ പറ്റൂല. നീ എന്തോടെ പറഞ്ഞേ? എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നോ? എന്ന് പോലെയാണോ നീ ഇങ്ങനെ തർക്കുത്തരം പറയാൻ തുടങ്ങിയേ? എന്ന് പോലെ നീ സ്വന്തം കാര്യം തീരുമാനിക്കാൻ തുടങ്ങിയേ? കൈയെടുക്കച്ചാ. കൈയെടുക്കാൻ. കാര്യം വിവേക് നിങ്ങളുടെ മകനൊക്കെ ആയിരിക്കാം, പക്ഷെ ഇപ്പൊ അയാൾ എന്റെ ഭർത്താവ് കൂടിയാണ്. എന്റെ ഭർത്താവിനെ അധിക്ഷേപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശരണ്യ, നിർത്ത്. ഇല്ല വിവേക്, എനിക്ക് പറയണം. എന്നെ ഇനി ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാൽ കൂടി ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും. ശരിക്കും ഈ വീട്ടിലൊരു വേലക്കാരിയായിരുന്നു ആവശ്യം. അതിനുവേണ്ടി ഈ പാവത്തിന് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചതാ. മോളെ, മുതിർന്നവരോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ആരോടായാലും പറയാനുള്ളത് പറയണോ അമ്മേ. എനിക്ക് വീട്ടുജോലി ചെയ്യാനൊന്നും ഒരു മടിയും ഇല്ല. അതൊക്കെ പഠിപ്പിച്ചിട്ട് തന്നെ എന്നെ വളർത്തിയത്. പക്ഷെ ഇതൊരുമാതിരി ശത്രുക്കളോട് പെരുമാറുന്ന പോലെ. അത് ശരിയല്ല. ഈ പ്രായത്തിലൊരു മോൾ ഇവിടെ ഉണ്ടല്ലോ. കെട്ടിച്ചേച്ച വീട്ടിൽ ഇങ്ങനെയാണോന്നൊന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്ക്. ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്?